നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം ഓരോ ദിവസം കഴിയും തോറും ഇങ്ങനെ കടുക്കുകയാണ്. പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ എല്ലാവർക്കും അറിയാനുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിലിൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ വിഷയം നടന്ന സമയത്തൊന്നും തന്നെ ഷാഫി പറമ്പിൽ ഇവിടെ ഇല്ലായിരുന്നു. അദ്ദേഹം പല ആവശ്യങ്ങളായിട്ട് പുറത്തായിരുന്നു. ഇന്ന് അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഇന്ന് മാധ്യമങ്ങളെ വടകരയിൽ വെച്ച് കാണുമെന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിൽ അവിടെ ഡിവൈഎഫ്ഐ പ്രതിഷേധവും നടക്കുന്നുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം എത്തുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എനിക്ക് ആ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്, അല്ലേ? ഏതായാലും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഷാഫി പറമ്പിൽ എന്തു പറയുമെന്നുള്ളതാണ്. കാരണം ഷാഫി മുങ്ങിയോ എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും വന്നിരുന്നു. പക്ഷേ മുങ്ങിയിട്ടില്ല, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്, പാർട്ടിയുമായി ബന്ധപ്പെട്ട് എനിക്ക് പോകണ്ടേ എന്നുള്ളത് തിരിച്ച് മാധ്യമങ്ങളോട് ഷാഫി ചോദിക്കുന്നു. ഷാഫിയുടെ പ്രതികരണങ്ങൾ ഇങ്ങനെയായിരുന്നു. ഈ പരാതിയിലൊക്കെ വല്ല കഴമ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. ആരോപണങ്ങൾ മാത്രമാണ് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉള്ള പോർവിളികളല്ലേ നടക്കുന്നത് എന്നുള്ളൊരു സാരാംശത്തിലേക്കാണ് ഷാഫി എത്തുന്നത്. അപ്പോൾ ഇതിനു മുന്നേ കൃഷ്ണേന്ദു ഇത് എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നോക്കണം. നമുക്കറിയാം വി.ഡി. സതീശനും പിള്ളേരും ഒരു പ്രൗഢി തന്നെയായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ കുളിരണി നിലമ്പൂർ ഇലക്ഷൻ ആയാലും അതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളിലൊക്കെ വി.ഡി. സതീശനും പിള്ളേരും ഇറങ്ങുക എന്ന് പറയുന്നത് ഒരു ആനച്ചന്തമായിരുന്നു. റീലുകളിലൊക്കെ കണ്ടിരുന്നു. ഒരു പക്ഷേ നമ്മൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്, ഒന്ന് വോട്ട് കുത്തിപ്പോവും അറിയാണ്ട്. അവിടെ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു തർക്കം. വി.ഡി. സതീശനും യൂത്ത് കോൺഗ്രസിലെ ഷാഫി, ഈ പറഞ്ഞോണം രാഹുൽ മാങ്കൂട്ടം, ബൽറാം, ഇവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. നല്ല ഊർജ്ജസ്വലതയോട് തന്നെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുകയും അത് വിജയിച്ച് കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമ്മൾ ഒരുപക്ഷെ ഇനിയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്, അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി എല്ലാവരും പറയാമെന്ന് വി.ഡി. സതീശൻ. അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ അസ്വാരസ്യമുണ്ടാക്കി. സുധാകരനെ മാറ്റിയത്, രമേശ് ചെന്നിത്തല മാറിയത്, ഇതൊക്കെ ഇവരുടെ ഇടയിൽ വല്ലാത്തൊരു അരോചകമായിട്ടുള്ള കാര്യമായിട്ട് ഒരു പ്രവൃത്തിയായിട്ട് മാറി. ഇപ്പോൾ വി.ഡി. സതീശനും പിള്ളേരും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം വന്നത്. അപ്പം വി.ഡി. സതീശൻ ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിലേക്ക് നല്ലൊരു ചുവടുവെപ്പിൻ്റെ ഒരു കാലഘട്ടം അടുത്തിരിക്കുന്നു. ഇനി വി.ഡി. സതീശനെ മാറ്റി നിർത്താൻ പറ്റില്ല എന്നുള്ള ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് അവിടെ രമേശ് ചെന്നിത്തല പലപ്പോഴായിട്ട് അതിക്രമിച്ചു കടന്നത്. ഒരു പക്ഷേ അദ്ദേഹത്തിനെയും ഒതുക്കി, സുധാകരനെയും ഒതുക്കി. KPCCയുടെ പുതിയ അധ്യക്ഷൻ സണ്ണി ജോസഫ് വന്നു. സണ്ണി ജോസഫ് വന്നതിന് ശേഷം നമ്മൾ പ്രതീക്ഷിച്ചു എങ്ങനെയായിരിക്കും കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. സുധാകരൻ എപ്പോഴും പിണറായിക്ക് തുല്യനായിട്ടുള്ള, അല്ലെങ്കിൽ പിണറായിയെ ജയിക്കാൻ വാക്പോരുകൾ കൊണ്ടും ശക്തി കൊണ്ടും ജയിക്കാൻ പറ്റുന്ന വലിയൊരു നേതാവാണ് സുധാകരൻ. അങ്ങനെ മാറ്റിയിരുത്താൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ് എന്നുള്ള തരത്തിലാണ് KPCCയുടെ പുതിയ സ്ഥാനത്തേക്ക് സണ്ണി ജോസഫ് വന്നത്. അപ്പോൾ എന്ത് തന്നെയാലും ഇങ്ങനെ ഒരു 3 ഘട്ടമായിട്ട്, ഒന്ന് രമേശ് ചെന്നിത്തല വിഭാഗം, വി.ഡി. സതീശൻ വിഭാഗം, സുധാകരൻ വിഭാഗം, പിന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് എ ഗ്രൂപ്പ്, ചാണ്ടി ഉമ്മൻ മറ്റൊരു വിഭാഗം. അപ്പോൾ ഇത്തരത്തിൽ പല വിഭാഗങ്ങൾ കോൺഗ്രസിനകത്തുണ്ട് എങ്കിലും വരുന്ന തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് ഇവരെല്ലാം ഒരു മയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു പക്ഷേ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു പുതിയ പക്ഷത്തിലോട്ട് ചെറുതായിട്ട് ചാടിയോ എന്നൊരു സംശയം, അല്ലെങ്കിൽ ചാടിയിട്ടുണ്ടായിരിക്കാം. ഇത് വല്ലാണ്ട് വി.ഡി. സതീശനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. എന്ത് തന്നെയായാലും ആ ഒരു ഭിന്നിപ്പ് അത് പാർട്ടിയിൽ വീണ്ടും വലിയ പ്രശ്നമുണ്ടായി. മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യം ഏറ്റെടുത്ത വലിയ അടിയോ ഇടിയോ സമരങ്ങളോ ഒന്നും കൊള്ളാതെ പെട്ടെന്ന് കയറി വന്ന ഒരു നേതാവാണ്. അപ്പം വല്ലാണ്ട് കയറി വന്നതുകൊണ്ട് തന്നെ ഈ അടി ഇടിയൊക്കെ കൊണ്ട കുറേ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അവർക്ക് സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് നേരത്തെ ഒരു ഭിന്നിപ്പുണ്ട്. എന്തുകൊണ്ട് ഞങ്ങൾക്കിത് ഈ ചർച്ചയിൽ പോയിരുന്ന വാക്പോരുകളുണ്ട്, അമ്മാനമാടിയ രാഹുലിന് ഇത്രയും വലിയ MLA സ്ഥാനം, ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയൊരു സ്ഥാനം എത്തുക എന്ന് പറയുന്ന ചില്ലറ കാര്യമല്ല. അതിനകത്ത് തന്നെ അസ്വാരസ്യമുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിനെതിരെ ആദ്യം ഒരു ആരോപണമായിട്ട് വന്നത് ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകയെ പീഡിപ്പിച്ചു, ഗർഭചിത്രം നടത്തി,
പക്ഷേ അത് ഊഹാപോഹങ്ങളുടെ ഒരു പുകമറയിൽ തന്നെ നിൽക്കുവാനും നൈസായിട്ട് രാഹുൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടു. മാത്രമല്ല ഒരു വിഭാഗം രാഹുലിനെ എതിർത്തെങ്കിലും മറ്റൊരു വിഭാഗം പറഞ്ഞത് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ മനഃപൂർവ്വമായിട്ട് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അത് ഒരു പക്ഷേ രാഹുലിന് വലിയൊരു അനുഗ്രഹമായിട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു. അതിനിടയിലാണ് ഇത് പടക്കമൊന്നുമല്ല, നല്ല ഒന്നാന്തരം ചെറിയ ചെറിയ പൊട്ടാസുകൾ വന്ന് വലിയൊരു ബോംബ് വന്ന് രാഹുലിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് വീണത്. ഇത് എവിടുന്ന് ഇപ്പം റെനി ആൻഡ് ജോർജ്, റെനിയുടെ കാര്യം എടുത്താൽ വി ഡി സതീശനുമായിട്ട് ആ ഒരു കുടുംബവുമായിട്ട് വലിയ ബന്ധമുണ്ട്. തീർച്ചയായിട്ടും റെനിയുടെ അച്ഛനുമായിട്ട് വി ഡി സതീശൻ നല്ല ബന്ധമാണ്. അപ്പൊ എന്തായാലും വി ഡി സതീശൻ അറിയാണ്ട് റെനി ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തത്തില്ല. അപ്പൊ ഇത് രാഹുലിനിട്ട് മൊത്തത്തിൽ വി ഡി സതീശൻ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം, എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു ഭയങ്കര ഒരു ബോംബായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് അതിൽ. കാരണം ഇപ്പോൾ അധ്യക്ഷ സ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇപ്പം അതിനകത്ത് തന്നെ ഇപ്പം ഷാഫി പറഞ്ഞതുപോലെ അടി തുടങ്ങി. അബിൻ വർക്കിക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അബിൻ വർക്കി രാജിവെക്കുമെന്നുള്ള ഒരു നിലപാടിലേക്ക് വരുന്നു. ഇനിയിപ്പം വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അബിൻ രാജിവെക്കും, അബിന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റു പലരും കൂട്ടരാജി ഇനി യൂത്ത് കോൺഗ്രസ് കാണുമോ എന്നുള്ളതോ അറിയില്ല. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഈ ചന്ന ഭിന്നമായിട്ട് ഇരിക്കുകയാണ്. അതും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ ഈ സന്ദർഭത്തിൽ ഒത്തൊരുമിച്ച് സത്യം പറഞ്ഞ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പക്വതയോടുകൂടി നേരിടാതെ അവർ ഈ ഒരിക്കലും രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. രാഹുൽ ചെയ്തത് തെറ്റായ കാര്യം തന്നെയാണ്. അതൊരിക്കലും നമുക്ക് തെറ്റല്ല ശരിയാണെന്ന് പറയാൻ പറ്റില്ല. രാഹുൽ ചെയ്തത് തെറ്റാണ്. സ്വാഭാവികമായിട്ടും രാഹുലിൻ്റെ ആ ഒരു പ്രായത്തിൻ്റെ അപക്വത എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. ഒരു രാഷ്ട്രീയ നേതാവാണ് എന്നുള്ളത് മറന്നുകൊണ്ടാണ് രാഹുൽ പ്രവർത്തിച്ചത്. ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും ഉണ്ട്. ഇന്നിപ്പോൾ പി കെ ശ്രീമതിയോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മുകേഷ് MLAക്കും ഗണേഷ് കുമാറിനും ഒക്കെ ഇതുപോലെ നേരിട്ടല്ലോ, അവരെ എന്തിനാണ് അതുമായിട്ട് ഇത് കമ്പയർ ചെയ്യേണ്ട? അതെങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യാതിരിക്കുന്നത്? എങ്ങനെ എല്ലാം ഒരേ തൂവൽ പക്ഷികളല്ലേ? എങ്ങനെയാണ് അവർ ചെയ്തത്? ഇത് തന്നെ ഇത് സ്വാഭാവികമായിട്ട് എല്ലാ കടകംപള്ളിക്ക് എല്ലാ നേതാക്കൾക്കും എതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. പക്ഷെ പരാതികൾ മുമ്പോട്ട് പോയില്ല. എനിക്ക് തോന്നുന്നു മുകേഷിനെതിരെ പരാതി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി ആർക്കും അങ്ങനെ വലിയ പരാതികൾ, എൽദോസിന് എതിരെ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പരാതിയായിട്ട് ഇപ്പം ഈ പറഞ്ഞോണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും പരാതിയായിട്ട് പോയിട്ടില്ല, ആരോപണങ്ങൾ മാത്രമാണ്. അപ്പോൾ MLA സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇപ്പോൾ ഗോവിന്ദൻ പോലും എന്താണ് പറഞ്ഞത്, അങ്ങനെ ആരോപണ വിധേയനാണ്, അങ്ങനെ രാജിവെക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിനകത്ത് അത് അവരാണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള നൈസായി. കാരണം MV ഗോവിന്ദനെ അറിയാം, അതങ്ങനെ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ ഇങ്ങോട്ട് 10 വിരൽ ഇങ്ങോട്ട് ചൂണ്ടും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുകയല്ല, പക്ഷേ സ്വാഭാവികമായിട്ട് സംഭവിച്ചത് രാഹുലിനെതിരെ ഒരു വലിയ പടയൊരുക്കം തന്നെ നടത്തി രാഹുലിനെ ഒരു കാലത്തും ഇനി ഉയർന്നു വരരുത് എന്നുള്ള തരത്തിൽ പത്തിയടിച്ച് താഴ്ത്തിയിട്ട് എന്ന് തന്നെ പറയും. ഒരു പക്ഷേ നാളെ ഒരു സമയത്ത് കേരള രാഷ്ട്രീയത്തിൽ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ നേടാൻ കഴിയുന്ന നല്ല കഴിവുറ്റ ഒരു നേതാവ് തന്നെയായിരുന്നു രാഹുൽ. പക്ഷേ രാഹുലിൻ്റെ രാഷ്ട്രീയ ജീവിതം ഭാവിയൊക്കെ തുലച്ചെന്നു. ഇനി കയറി വരുമോ എന്നുള്ളത് അറിയില്ല. ഒരു പക്ഷേ ഇനി രാഹുൽ ഇത് സമസ്താപരാധമൊക്കെ പറഞ്ഞ് എന്തൊക്കെ തരും. ഇതിപ്പം തുടരെ ഈ ആവശ്യമില്ലാത്ത ചാറ്റുകളൊക്കെ കയറി വരുന്നുണ്ട്. ഇതിലിപ്പോൾ ശരിയത് തെറ്റെന്ന് നമുക്ക് തന്നെ നിർവചിക്കാൻ പറ്റാതെ രാഹുൽ ഇങ്ങനെയൊക്കെ വെറും ഒരു സൈക്കോയാണോ, ഒരു സെക്ഷൽ ഇതാണോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന തരത്തിന് അത്രയും വൃത്തിഹീനമായിട്ടാണ് രാഹുലിനെ ചിത്രീകരിക്കുന്നത്. അപ്പം ഇതിലുള്ള പല ട്രോളുകൾ വരുന്നുണ്ട്. ഇപ്പോൾ VD സതീശനും രാജി ആവശ്യപ്പെടുകയാണ്, രാജിക്കത്ത് ആവശ്യപ്പെടുന്നു, രാജി ഒരു പെണ്ണാണെന്ന് കരുതി നമ്പർ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോളാണ് ഭയങ്കര ട്രോൾ. അപ്പം അത്രമാത്രം ഒന്നുമില്ല. ഈ പറഞ്ഞതുപോലെ 3 വർഷം 4 വർഷം നമ്മൾ അവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. 3 വർഷം 4 വർഷം സൗഹൃദത്തിൽ ഇരുന്നതിന് ശേഷം എന്നെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ എന്നോട് ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിനകത്തോട്ട് നമുക്ക് അത്രയ്ക്ക് യോജിച്ചു പോകാനും പറ്റില്ല. കാരണം 3 വർഷം നിങ്ങൾക്ക് ഇന്നിപ്പം ഒരാൾ മെസ്സേജ് ഇട്ടു, നമുക്കത് ശരിയല്ല എന്ന് തോന്നുന്നെങ്കിൽ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ സംഗതി എടുത്ത് ഇന്ന് കാണിച്ച ധൈര്യം അന്ന് കുറച്ചുകൂടെ കാണിക്കാമല്ലോ. ഇത് സംഗതി എടുത്തുകൊണ്ട് ചുമ്മാ ഒരു പോസ്റ്റ് ഇട്ടാൽ പോരെ? ഫേസ്ബുക്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഇന്ന രാഷ്ട്രീയക്കാരെ എനിക്കിട്ട മെസ്സേജ് ഒരു തമാശയായിട്ട് ഇട്ടാൽ മതി, ബാക്കി ആൾക്കാരെ എടുത്തേനെ. പക്ഷേ ഇത് അവിടെ ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഇപ്പം ഹണി ഭാസ്കർ ശ്രീലങ്കയിൽ പോയത് അതൊരു വെള്ള ലവ് ആണ് ഇട്ടത്. അപ്പോൾ രാഹുൽ പറയുന്നത് അതിൻ്റെ ബാക്കി ഇടൂ. അപ്പം അതിൽ തന്നെ ഉണ്ട്. അപ്പം ഈ ചാറ്റിൻ്റെ ബാക്കി ഇടൂ. രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് ബാക്കി ഇടൂ. എന്തുകൊണ്ടാണ് അവരിടാത്തത്? എന്തുകൊണ്ടാണ് അവർ കേസിന് പോകാത്തത്? ഇപ്പം റെനി പറഞ്ഞപ്പോൾ റെനി ഞാനുമായിട്ട് നിലവിലും സൗഹൃദത്തിലാണ് എന്ന് രാഹുൽ പറഞ്ഞതിന് ശേഷം റെനിയുടെ അനക്കമില്ല, മൗനത്തിലാണ്.
എന്തുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല? അപ്പം ഒരു ഭാഗത്ത് മാത്രം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, രണ്ട് ഭാഗത്തും ഒരു തെറ്റുകളുണ്ട്, തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നേതാവാണ്, അവിടെയാണ് ജനം അത് ഏറ്റെടുത്ത്. ഒരു രാഷ്ട്രീയ നേതാവിന് ചേരുന്ന പണികളല്ല ഇത്, മറ്റുള്ളവർക്ക് ഒരു പാഠവും അനുഭവമായിരിക്കണം. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇനിയെങ്കിലും ഒരു സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ നേരിടേണ്ടി വരും. ഇതിപ്പോൾ രാഹുൽ ചെയ്ത തെറ്റ് തന്നെ. അതിൽ പ്രധാനമായിട്ടും വരുന്ന ആ വോയിസ് ക്ലിപ്പാണ്, ഗർഭചിത്രം നടത്തിയെന്നോ അത് ഏതാണെന്നോ എന്താണെന്നോ ഇതുവരെ രാഹുലിനെതിരെ തെളിവുകളുമായിട്ട് പോയിട്ടില്ല, രാഹുലിനെതിരെ ഒരു കേസുമായിട്ടും പോയിട്ടില്ല. അപ്പോൾ അവിടെയാണ് ഒരു പക്ഷേ ഇച്ചിരി കടന്നു പോയത്. അത് എന്ത് തന്നെയായാലും രാഹുൽ തിരുത്തേണ്ടുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി ഏതായാലും പോയി, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിലിപ്പോൾ ഇന്ന് ഷാഫി പറമ്പിലിനോട് കൃത്യമായിട്ട് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഈ ചാറ്റ് സ്ക്രീൻഷോട്ടുകൾ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഇതൊക്കെ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് അതിന് പകരമായിട്ട് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചല്ലോ, അത് വലിയൊരു കാര്യമാണ്. ശരിക്കും കോൺഗ്രസ് ഇതിപ്പോൾ കോൺഗ്രസ് രാഹുലിനോടുള്ള ദേഷ്യത്തിനും അല്ലെങ്കിൽ രാഹുലിന് ഇട്ട് പണി കൊടുത്തതുമാണെങ്കിൽ കോൺഗ്രസ് ചെയ്തത് ഇനിയുള്ള പാർട്ടികളിലും ചെയ്യണം. കാരണം കോൺഗ്രസ് ചെയ്തത് എന്താണ്? അപ്പോൾ തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി. അതല്ലേ രാഹുൽ ഇപ്പോൾ ഷാഫി പറയുന്നുണ്ട്, ഞങ്ങൾ എവിടെയും പോയിട്ടില്ല, ഓടി ഒളിച്ചിട്ടില്ല. അയാൾ അത് പറഞ്ഞല്ലോ മാധ്യമങ്ങൾ മൈക്കൂരി. അല്ല, മുകേഷ് എംഎൽഎയുടെ കാര്യം വന്നപ്പോഴും ഗണേഷ് കുമാറിന്റെ ഒക്കെ കാര്യം CPM പാർട്ടി എന്താണ് തീരുമാനം, ഇത് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും പാർട്ടി എന്താണ് അസംബന്ധം ഇങ്ങനെ പറഞ്ഞ ഒരു പോക്കാണ് വന്നത്. ഇന്ന് ഷാഫി ഇത് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നേരെ ഇത്രയും മൈക്ക് ചൂണ്ടി ഞങ്ങൾ കോൺഗ്രസ് പ്രവർത്തകരുടെ നേരെ നിങ്ങൾ വരുന്നുണ്ടല്ലോ, നിങ്ങൾ തിരിച്ച് CPM പാർട്ടിയിലെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ഒറ്റ വാക്കി നിർത്തും, ഗുഡ് ബൈ പറഞ്ഞു പോകും. പക്ഷെ ഞങ്ങളിപ്പം ഞാൻ തന്നെ സംസാരിക്കണമെന്നുണ്ടോ? ഇപ്പൊ VD സതീശൻ സംസാരിച്ചു, മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ സംസാരിച്ചു, ഞങ്ങൾ എന്താണ് തീരുമാനം എടുക്കുന്നത് എന്നുള്ളത് സംസാരിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങളുടെ മേൽ വരണ്ട, ഞാൻ തന്നെ സംസാരിക്കണമെന്ന് എന്താണ് എന്നുള്ളത് അദ്ദേഹം വ്യക്തമായിട്ട് ചോദിക്കും. ഇതൊക്കെ ഒരുപക്ഷെ മാധ്യമങ്ങൾക്കുള്ള ചോദ്യം തന്നെയാണ്. കാരണം ഇതുപോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് കാണിക്കുന്ന അതേ ഇത് തന്നെ മറ്റുള്ള പാർട്ടികളും കാണിക്കണം ഇനി വരുവാണെങ്കിൽ. ഇതുവരെ കാണിച്ചില്ലെങ്കിൽ ഇനി വരുവാണ്. ഇപ്പോൾ കോൺഗ്രസ് എടുത്ത ഒരു തീരുമാനം ഉടനടി തന്നെ ഒരു അച്ചടക്ക ലംഘനമായിട്ട് തന്നെ എടുത്തുകൊണ്ട് അവർ ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റി നിർത്തി ഒരുപക്ഷെ കടുത്ത നടപടികളിലേക്ക് തന്നെ കോൺഗ്രസ് പോകും. MLA സ്ഥാനം തന്നെ മാറ്റണമെന്ന് തന്നെ VD സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷെ ആരും പറയാത്ത VD സതീശൻ ഇന്ന് രാജിവെക്കേണ്ടി വരുമെന്നുള്ള രീതിയിൽ. അപ്പം ഈ ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഇവരുടെ ഉള്ളിൽ നടക്കുന്ന ഈ ഒരു അടിപിടി ഉണ്ടല്ലോ, അത് പുറത്തു വരുന്നത് എന്തൊരു നാണക്കേടാണെന്ന് നോക്കി. പിന്നെ ഇത് കൂടുതൽ വിഷയം ഇവർ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പൊ തന്നെ ഈ അടിപിടി കൂടുന്നത്, ഇനി അടുത്ത ആര് വരും ഇന്നാള്, അത് ഭയങ്കര ഒരു നാണക്കേടായിട്ടുള്ള സംഭവം. നമ്മളിപ്പോൾ ഒരു ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ രാഹുൽ ഇത് ചെയ്തു, വലിയ തെറ്റാണ്, അപരാധമാണ് എന്നൊക്കെ. പക്ഷേ സ്വാഭാവികമായിട്ടും ഓരോ വ്യക്തികളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുവാണെങ്കിൽ എല്ലാ യുവതലമുറയുടെ ഇടയിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്, ചാറ്റിംഗ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സമൂഹത്തിൽ നടക്കുന്ന സംഗതിയാണ്. ഒരു പക്ഷെ നമ്മൾ പുറമേ നിന്നുകൊണ്ട് രാഹുലിനെ ഭയങ്കരമായിട്ട് വിമർശിക്കുമായിരിക്കും. ഒരു പക്ഷേ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് റേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാഹുലിൻ്റെ മണ്ട അടിച്ച് പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞേനെ. ഇതങ്ങനെയല്ല, 3-3.5 വർഷമായിട്ട് എന്താണ് ഇത്തരത്തിൽ കണ്ടിന്യൂ ചെയ്തിട്ട് അവസാനം ഒരു ഘട്ടം വരുമ്പോൾ, കിട്ടില്ല എന്നുള്ളൊരു ഘട്ടം വരുമ്പോൾ ആ സൗഹൃദത്തെ അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട്, ആ വ്യക്തിയെ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് കാണിച്ചിരിക്കുന്നത് അത്ര നല്ല ശുഭമായിട്ടുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ ആദ്യമേ നിങ്ങൾ കാണിക്കണമായിരുന്നു. പിന്നെ രാഹുൽ ചെയ്ത വലിയൊരു അന്യായം, തെറ്റ് എന്ന് പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട് ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യുമെന്ന്, അതിന് തക്ക ശിക്ഷ തന്നെ. ഒരു പക്ഷേ ഞാൻ പറയുന്ന ആ പെൺകുട്ടി രംഗത്ത് വരണം, പെൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും രംഗത്തെത്തി. അത് ഇനി ഒരു പുരുഷനും ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. കാരണം പ്രണയം എന്നൊക്കെ പറയുന്ന ഒരു പുരുഷന് പൂർണ്ണമായ ഒരു പെൺകുട്ടി സമർപ്പിക്കും. പ്രണയത്തിനിടയിൽ നമുക്ക് അങ്ങനെ പാടില്ല. ഇങ്ങനെ ഇന്ന് കുറച്ചുകൂടെ അതിർവരമ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ടാണ് പലരും, സോഷ്യൽ മീഡിയ ആണ്, ചാറ്റിംഗ് ആണ്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഒരു ലെറ്റർ വഴിയാണ്. ഞങ്ങളുടെ 80 കാലഘട്ടം 85 കാലഘട്ടം എന്ന് പറയും, ചെറിയൊരു ലെറ്റർ കൊടുത്ത് അത് കൊടുത്താൽ തന്നെ അത് കിട്ടുമോ ഇല്ലേ എന്നൊക്കെ ഉള്ളൊരിതാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ ഫോൺ നമ്പറുകൾ ആക്സസ് ആണ്, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നിരവധി പേജുകളുണ്ട്, നിരവധി ഇൻസ്റ്റാഗ്രാം പോലുള്ള അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് കോണ്ടാക്റ്റ് ഉണ്ട്. ഇനി ഇന്നൊന്ന് ഇഷ്ടം ഐ ലവ് യു പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേന്ന് ഡേറ്റിംഗ് ആയി, പിറ്റേന്ന് അവരങ്ങ് ലിവിങ് ടൂതർ ജീവിതമാണ്. അത് ഒരു പക്ഷേ പേരൻസ് അറിയാണ്ട് തന്നെ അവർ അവരുടേതായ ജീവിതത്തിലേക്ക് കൊടുക്കും. 6 മാസത്തിനകത്ത് പിരിയുകയും ചെയ്യും. ഇതാണ് സ്വാഭാവികമായിട്ടും ഇന്നത്തെ തലമുറയിൽ നടക്കുന്നത്. പക്ഷേ ഇതൊരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതിന് മുന്നുള്ള മുതിർന്ന നേതാക്കളിൽ നിന്നുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചുറ്റും രാഹുൽ മാങ്കൂട്ടം കണ്ടിട്ടുള്ളതാണ്. അതിനെ ഈ എന്താ രാഹുൽ പറയുന്ന ഒരു വാക്ക് ഹൂ കേഴ്സ്, ഈ ഹൂ കേഴ്സ് എന്നുള്ള ഒരു രീതിയിൽ മാറ്റിയ, എനിക്ക് അതിനെപ്പറ്റി ബോധർ ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ രാഹുൽ മാറ്റി നിർത്തിയതാണ് രാഹുലിൻ്റെ ബുദ്ധിശൂന്യത. ഒരു പക്ഷേ ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു അല്ലെങ്കിൽ അത് എന്തോ നമുക്ക് യോജിച്ചു പോകാൻ പറ്റും, അതൊക്കെ. ഇത് എല്ലാ പെൺകുട്ടികളെയും വളഞ്ഞിട്ടിട്ട്
നേരിട്ട് ചാറ്റ് ചെയ്ത് അവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ച് അവർക്കൊരു ഒരു ആശകൾ കൊടുത്ത് പിന്നെ അവരെ അത് ചൂഷണം ചെയ്ത് അത് ഒരു നല്ല ഒരു നേതാവിന് മാത്രമല്ല ഒരു നല്ലൊരു വ്യക്തിക്ക് ചേർന്ന പരിപാടിയല്ല. അത് എന്തായാലും തക്ക ശിക്ഷ തന്നെ രാഹുലിന് കിട്ടണം. കാരണം രാഹുലിൻ്റെ കുഴി മാന്തി വെട്ടു, ഒറ്റയ്ക്ക് വെട്ടി വന്നവൻ്റെ കുഴി ഒറ്റയ്ക്ക് തന്നെ കുഴി വെട്ടി എന്നുള്ളതാണ്. എന്ത് തന്നെയാലും ചർച്ചകളൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏതായാലും ഷാഫിയുടെ ഒരു ഇതാണ്. ഷാഫി ഉള്ളിൽ എത്രയേറെ സൗഹൃദം സ്ഥാപിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഒരുപക്ഷെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും അതായത് പരാതിയിൽ എന്താണ് കഴമ്പുള്ളത് അതും ചോദിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇരു കൂട്ടരും ചേർന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണും പുരുഷനും ചേർന്നുള്ള കാര്യത്തിൽ നമുക്ക് പക്ഷേ അതിൽ ഷാഫി പറഞ്ഞ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകിയിട്ട് അവളെ ചതിക്കുക എന്ന് പറയുന്നത് അത്ര നല്ല ഒരു വ്യക്തിക്ക് ചേർന്ന പരിപാടിയല്ല. എന്ത് തന്നെയാലും കോൺഗ്രസിൽ രാഹുലിനെ അടിച്ച് കമത്തി തരിപ്പണമാക്കി. ഇനി അടുത്ത അബിൻ വർക്കിയാണ്. ഇനി ഒരു അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രാജിവെക്കും. ഇനി എത്ര പേര് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നു, എത്ര പേര് അവിടെ നിന്ന് കോൺഗ്രസിൽ നിന്ന് മാറി വേറെ ഏതൊക്കെ പാർട്ടിയിലാകുന്നു എന്നുള്ളത് കണ്ടിരിക്കാം. പക്ഷെ ഒന്ന് ചിന്തിക്കുക, വലിയൊരു പ്രതിപക്ഷ പാർട്ടിയാണ് ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ പാർട്ടി, ഒരു കാലത്ത് ഭരണപക്ഷത്തിരുന്ന പാർട്ടി. അങ്ങനെ നിങ്ങളൊക്കെ നിസ്സാരമായി ഇതിനെ തള്ളിക്കളയരുത്. ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന ഇതിലെ നേതാക്കൾ തന്നെയാണ്. അത് എനിക്ക് നിവർന്നു നിന്ന് തന്നെ പറയേണ്ടത്. ഈ പാർട്ടിയെ നശിപ്പിക്കുന്ന ഈ നേതാക്കൾ, പക്ഷേ ഈ പാർട്ടിയോട് അനുഭാവമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയെ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന നിരവധി ജനങ്ങൾ. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ പകുതി ഭാഗം പ്രതിപക്ഷത്ത് തന്നെയായിരിക്കും, പകുതി ഭാഗം ഭരണപക്ഷത്തേക്കും പോയി കഴിഞ്ഞാൽ കോടിക്കണക്കിന് ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനെ നിങ്ങൾ ഇല്ലായ്മ ചെയ്യരുത്.